പരിചയപ്പെടുത്തി കൊടുത്തു. ആരാണ് ഈ ഫൈറൂസ് ദൈലമി? തളം കെട്ടി നിൽക്കുന്ന ഭൂഗതക്കിടയിൽ ജനക്കൂട്ടത്തിൽ നിന്നും സുന്ദരനും സുമുഖനും ആരോഗ്യതയുടെ ഗാത്രനുമായ ഒരു യുവകോമ്പളൻ മുന്നോട്ടേക്ക് കടന്നു വന്നു. ഞാനാണ് ഫൈറൂസ്, എന്തു വേണം? ആഗതൻ തന്റെ കയ്യിലുള്ള കത്ത് ഫൈറൂസിന് കൈമാറി. എന്നിട്ട് പറഞ്ഞു, ഇത് പുണ്യനബിയുടെ സന്ദേശമാണ്. ഫൈറൂസ് അത്ഭുതപരതന്ത്രനായി വിറക്കുന്ന കൈകളോടെ ആ കത്തിന്റെ അകമൊന്ന് തുറന്ന് വാഴിക്കുകയാണേ. ഫൈറൂസ് ദൈലമിക്ക് മദീനയിൽ നിന്ന് മുഹമ്മദ് നബി എഴുതുന്നത് എന്തെന്നാൽ അങ്ങയെ ഞാൻ ഒരു വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചു കഴിഞ്ഞതും ഫൈറൂസ് ദൈലമിയുടെ അന്ധനാളങ്ങളിൽ 1000 പന്തുചാലകൾ പണം വിടർത്തി. സുബ്ഹാനല്ലാഹ്, യമനിന്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ വികലമാക്കാൻ ശ്രമിക്കുന്ന അസ്വദുൽ അൻസി എന്ന ക്രൂരനായ രാജാവിനെ വധിക്കാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് കത്തിന്റെ ഉള്ളടക്കം. കത്ത് വായിച്ചു തീർന്നതും ഫൈറൂസ് ആകെ പേടിക്കുകയാണ്. തനിക്കിതിന് കഴിയുമോ? അസ്വദിന്റെ പാരാവാരങ്ങളെ തകർക്കാൻ തനിക്ക് ശക്തിയുണ്ടോ? ഫൈറൂസ് എന്നിട്ട് പറയുകയാണ്, ഫൈറൂസ് നിനക്ക് കഴിയും ഫൈറൂസ്, അല്ലെങ്കിൽ നീ എന്തിന് മുസ്ലിമാണെന്ന് പറയണം. തന്റെ ഹൃദയാന്തരങ്ങളിൽ വന്ന ഗർജനം അദ്ദേഹത്തിന് ആത്മധൈര്യം പകർന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്റെ കുതിരപ്പുറത്ത് കയറി അദ്ദേഹം കുതിക്കുകയാണേ. ആത്മധൈര്യം വീറും കാട്ടി കേട്ടപാട് കുതിച്ചാന് ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുന്നിലും മികവിനായി കൊതിച്ചാന്. ആത്മധൈര്യം വീറും കാട്ടി ധൈര്യമിനടുത്ത് കേട്ടപാട് കുതിച്ചാന് ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുന്നിലും മികവിനായി കൊതിച്ചാന്. കൽബിൽ പൊലിഞ്ഞ മോഹം, ഉള്ളിൽ വിരിഞ്ഞ ദാഹം, കൽബിൽ പൊലിഞ്ഞ മോഹം, ഉള്ളിൽ വിരിഞ്ഞ ദാഹം. സബബല്ലേ തലിയത്ത് പല്ലിസ്സലായി തേടുന്നു റബ്ബിനാണ് റഹ്മാനെ. സബബല്ലേ തലിയത്ത് പല്ലിസ്സലായി തേടുന്നു റബ്ബിനാണ് റഹ്മാനെ. തിങ്ങിനിറഞ്ഞ ഈന്തപ്പനത്തോട്ടങ്ങളെയും ഉയർന്നു നിൽക്കുന്ന മണൽക്കൂനകളെയും പിന്നിലാക്കി ഫൈറൂസ് ദൈലമി കുതിക്കുകയാണ്. ശരവേഗതയിൽ നമ്മുടെ കഥാനായകൻ അസ്വദിന്റെ കൊട്ടാരത്തിന് മുമ്പിലെത്തി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ചെങ്കൽ കൊട്ടാരം, ഏവർക്കും ഭേദിക്കാനാവാത്ത അമ്പരച്ചുംബി. മുന്നിൽ സുരക്ഷാ വലയം തീർത്തുകൊണ്ട് ഉലാത്തുകയാണ് പാറാവുകാരൻ. ഇല്ല, രാത്രിയാവട്ടെ, ഇപ്പോൾ ഈ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കടക്കാനാവുകയില്ല. ഫൈറൂസ് ദൈലമി കാത്തിരിക്കുകയാണേ. ഇരുളിൻ പടർപ്പുമാകെ പരക്കവെ തുടരെ ദൈലമിയോട് അടുക്കവെ. ഇരുളിൻ പടർപ്പുമാകെ പരക്കവെ തുടരെ ദൈലമി ഓടി അടുക്കവെ. ചതിയടുക്കവെ കുറി കൊടുത്ത് ആസ്വദിച്ചേതനയാകെ ചിതറി. ചതിയടുക്കിട കുത്ത് കൊടുത്തിട ആസ്വദിച്ചേതനയാകെ ചിതറി. ഓടിടും അവർ, ചാടിടും അവർ, കണ്ട പകരം മാറിടും അവർ. അങ്ങനെ അസ്വദുൽ അൻസിയെ വധിക്കാൻ വേണ്ടി റസൂലിൽ നിന്ന് സന്ദേശം ലഭിച്ച മഹാരാജ ഫൈറൂസ് ദൈലമി അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ പടിഞ്ഞാറേ ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അങ്ങനെ തന്റെ ശത്രുവായ ഫൈറൂസ് ദൈലമിയെ വധിക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മഗ്‌രിബിന്റെ ബാങ്കുലികൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ഫൈറൂസ് ദൈലമിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അങ്ങനെ നാഥനിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. നാഥാ, നിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഈ പാവം ഫൈറൂസ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നീ സഹായം ചൊരിയണമേ റഹ്മാനെ. ഇരുട്ടിന്റെ കാർക്കൂന്തൽ ഭൂമിയിലേക്ക് അടർന്നു വീണു. അങ്ങനെ ഫൈറൂസ് ദൈലമി ഇരുതറയുള്ള കടാരകളും കയ്യിലേന്തിക്കൊണ്ട് പാറാവുകാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട്
കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചതും ഗാഠനിദ്രയിലാണ്ട് അസ്വദ് എന്ന തന്റെ ദീനിന്റെ ശത്രുവിനെ കണ്ടപ്പോൾ ആ തന്റെ കടാര അസ്വദിന്റെ ശിരസിനെ കാഞ്ഞുകുത്തി. തെറിച്ചു വീണ ശിരസ് അദ്ദേഹം കൊന്തമുനയിൽ ചേർത്ത് വെച്ചുകൊണ്ട് കൊട്ടാരത്തിന് മുകളിലേക്ക് കയറി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീർ ധ്വനികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. അങ്ങനെ ഇത് കണ്ട പറവുകാർ സത്തരായിപ്പോയി. അങ്ങനെ അവർക്കിടയിലേക്ക് അസ്വദുൽ അൻസി എന്ന ക്രൂരരായ രാജാവിന്റെ ശിരസ്, ചേതനയറ്റ ശിരസ് അവരിലേക്ക് തെറിച്ചു വീണു. ഇല്ല, ഇനി രക്ഷയില്ല, കീഴടങ്ങുക തന്നെ. പാടാം യമനിൻ മണ്ണിൽ ദീനിൻ പുകള്, പാടിടാൻ ജനസ്വരത്തിൽ ഫത്ഹിൻ ദിനമില്, പരമനറിഞ്ഞൊരു സാക്ഷിതരാ ധൈര്യറി എന്നൊരു നായകരാ, യമനിൻ മണ്ണിൽ ഉശിരോടെ കൽബിൽ കിടയും പൊരിയോടെ, അലത്തിലല്ലാനുഗ്രഹത്താൽ യമനിൻ മേകിയ നിയമത്ത്, അലത്തിലല്ലാ അനുഗ്രഹത്താൽ യമനിൻ മേകിയ നിയമത്ത്. ഫൈറൂസ് ദേലവി എന്ന ആ വിസ്മയ പുരുഷന്റെ ഈ കൊച്ചു കഥാപ്രസംഗം ഞങ്ങളോട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഅൽ വസിയ്യത്തി. അസ്സലാമു അലൈക്കും.